അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ ബ്രെഡ് ബോർഡ് കണക്ഷൻ, അതായത് നമ്മുടെ പ്രോജക്റ്റ് വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ബ്രെഡ് ബോർഡ് കണക്ഷൻ്റെ കണക്ഷൻ, അതുപോലെ അത് യൂസ് ചെയ്യുന്ന പിന്നുകളൊക്കെയാണ് ഒന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടനൊക്കെ ഒന്ന് ഓൾ ഓപ്ഷനൊക്കെ വെക്കാൻ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. ഇപ്പോൾ ചെറിയ ഹോബി സർക്യൂട്ട് ഉണ്ടാക്കില്ല, അതുപോലെ പ്രോജക്റ്റ് വർക്കിന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സോൾഡറിങ് ഇല്ലാതെ നമ്മൾ ഫീമെയിൽ കണ്ടർ, അതായത് ഫീമെയിൽ കണ്ടർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്ത് ഇതിൽ കുത്തി കഴിഞ്ഞാൽ നമുക്ക് സപ്ലൈ കൊടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് എക്യുപ്മെൻറ്റ്സ്, അതായത് ട്രാൻസിസ്റ്റർ, LED അതിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, അവിടെ ഫസ്റ്റ് വന്നിട്ട് 60 പിൻസ് ഉണ്ടാവും. ഇതിൻ്റെ ഓരോന്ന് അങ്ങനത്തെ 60 എണ്ണം വരുന്ന 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാനിവിടെ മാർക്ക് ചെയ്ത് പ്ലസ് മൈനസ് കൂടെ മാർക്ക് ചെയ്ത്, അപ്പോൾ ഞാൻ മാർക്ക് ചെയ്താണ്. അപ്പോൾ നമുക്ക് മാറിപ്പോകാൻ വേണ്ടി മാറിയതാണ്. അപ്പോൾ ആ ഒരു പ്ലസ് ഞാനിട്ടത് ആ ഒരു വര വരച്ച പകുതി വരെ അതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടാവും പ്ലസ്, അതേപോലെ നെഗറ്റീവ് അതേ പകുതി വരെ ഉണ്ടാവും. അപ്പോൾ നേരെ അതിൻ്റെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടും അതേപോലെ വേറെ സപ്ലൈ കൊടുക്കണമെങ്കിൽ, അപ്പോൾ ഇവിടെ പ്ലസ് കൊടുത്തുള്ള പകുതി വരെ വേറെ അത് 2 പാർട്ടീഷൻ ചെയ്തത്. അപ്പോൾ ഓരോന്നായിരിക്കും പ്ലസ് നീതി പ്ലസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബാറ്ററിയിൽ നിന്ന് ഒരു പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പ്ലസ് എടുക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ജമ്പർ പിന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുത്തി കൊടുക്കാം. അതേപോലെ തന്നെ 2 തലക്കിലും പ്ലസ് മൈനസും കൊടുക്കാനുള്ളതാണ്. അതിൻ്റെ സെൻറ്ററിൽ വരുന്നത് മാത്രം വ്യത്യാസം വരുന്നുണ്ട്. ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് നേരെ മുന്നോട്ടായിരിക്കും. പക്ഷേ നമ്മൾ പോസിറ്റീവിൻ്റെ നേരെ നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തന്നെ കണക്ഷൻ നേരെ പോകുന്നത്. അങ്ങനെ എല്ലാത്തിനും കണക്ഷൻ നമുക്ക് ഓരോന്നായി കണ്ടിട്ട്, അപ്പോൾ നമ്മൾ ആ കാണുന്ന മാതിരി മേത്തിലോട്ടും താഴോട്ടായിരിക്കും അതിൻ്റെ കണക്ഷൻ ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു IC ഒക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു നടുവിലൊരു ചാല് കാണാം. ആ ചാല് കണക്കാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ICയുടെ നമുക്ക് ഓരോ കാലിലും ഫസ്റ്റ് തൊട്ട് മുകളിലത്തതായി കാണുന്ന പോലെ തന്നെ ഈ ഓരോ പിന്ന് നിങ്ങൾക്ക് കാണാം. ഈ പിന്നിൽ നിന്ന് നേരെ ആ ഒരു കാലിൽ നിന്ന് നേരെ ഇവിടെ വരെ ഫുള്ള് കണക്ഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാ കാലിനും അങ്ങനെ നമുക്ക് ഓരോ കമ്പോണൻസ് കണക്ട് ചെയ്യാം. രണ്ടാമത്തെ കാലം അതുപോലെ തന്നെ ഓരോ ഡോട്ട് കാണും. ഇങ്ങോട്ട് ഫുള്ള് ഷോർട്ടായിരിക്കും. അതേപോലെ എൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതേപോലെ ഫുള്ള് അങ്ങനെ ആയിരിക്കും. അപ്പോൾ IC കൊടുക്കണമെങ്കിൽ നമുക്ക് ഓരോ കണക്ഷൻ എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ബസറ കൊടുക്കുകയാണെങ്കിൽ അതേ ചാനലിൽ നമുക്ക് 2 ഭാഗത്തേക്ക് കട്ടിങ് കാണാം. അപ്പോൾ ആ ഒരു കാലിൻ്റെ മുന്നോട്ടും, അതായത് നേരെ മുന്നോട്ടും ഫുള്ള് ഷോർട്ടായിരിക്കും അതേപോലെ തന്നെ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇവിടെ കാണാൻ ഇവിടെ ABC എന്നാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഷോർട്ടായിരിക്കും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ബസർ കൊടുത്ത മാതിരി തന്നെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗമെല്ലാം ഷോർട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ കട്ടിങ്ങിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കാണുന്നൊരു കട്ടിങ് കാണാം. IC കൊടുത്ത് അതേമാതിരി കട്ടിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ കാല് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ സപ്ലൈ അതിൻ്റെ വയറിങ് നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി 9 വോൾട്ട് ബാറ്ററി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു കണക്ടറും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രെഡ് ബോർഡ് കണക്ഷൻ വരുമ്പോൾ നമുക്ക് തമ്മിലുള്ള പ്ലസും മൈനസും ചിലത് മാർക്ക് ചെയ്ത് വരുന്നുണ്ട്, മാർക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ മാർക്കിംഗ് ഇല്ല, അതുകൊണ്ട് ഞാൻ തന്നെ പ്ലസ് മാർക്ക് ചെയ്തത്. അപ്പോൾ ആ പ്ലസ് മാർക്ക് ചെയ്താൽ നേരെ പിന്നെ ഞാൻ ആ ഒരു 1 തൊട്ട് 30 വരെയാണ് ഇതിൻ്റെ കണക്ഷൻ പിന്നുകൾ വരുന്നത്. അപ്പോൾ 30 വരെയുള്ള ഞാൻ വര വരച്ചത് കാണാം. ആ ഒരു വര വരെ നമുക്ക് സപ്ലൈ കിട്ടും. അപ്പോൾ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെഡ് നേരെ ആ വര വരച്ച ഫുള്ള് പ്ലസ് കണക്ഷൻ ആയിരിക്കും. ഇപ്പോൾ കാണുന്ന പോലെ ആ വര മൊത്തം പ്ലസും, പിന്നെ ഈ കാണുന്ന ബ്ലാക്ക് വരുന്ന ഈ വര വരെ നെഗറ്റീവ് സപ്ലൈ ഉണ്ടാവുക 9 വോൾട്ട്. അപ്പോൾ നമ്മൾ ഇതിനെ നമുക്ക് കണക്ട് ചെയ്ത് ഓരോ പിന്നിലേക്ക് ബസറിലേക്കും അതുപോലെ LED അങ്ങനെ ഓരോ റെസിസ്റ്റൻസ് ഒക്കെ വെച്ച് കണ്ട് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്കിവിടെ ഡയറക്റ്റ് 9 വോൾട്ട് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ നെഗറ്റീവ് സപ്ലൈ നമ്മൾ നമ്മുടെ LED ആ ഒരു ടെർമിനൽ നേരെയാണ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് കൊടുത്ത് അപ്പുറത്ത് വരുന്ന ആ ഒരു കണക്ഷനിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാം നേരെ അവിടെ വരെ ഫുള്ള് ഷോർട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പോസിറ്റീവ് സപ്ലൈ എടുത്തിട്ട് റെസിസ്റ്റൻസ് നമ്മൾ അതിൽ അപ്പുറത്തെ ഫസ്റ്റത്തെ കാലിലോ രണ്ടാമത്തെ കാലിലോ മൂന്നാമത്തെ കാലിലോ ഒക്കെ ഇങ്ങോട്ട് ബാക്കോട്ടൊക്കെ കൊടുത്താലും ഒരേ ലൈനായിരിക്കും ഒക്കെ. അപ്പോൾ LED കത്തുന്നത് കാണാം. അപ്പോൾ ബാക്കിയുള്ള രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലൊന്നും നമ്മൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ ആ ഒരു നേരെ മാത്രം അന്ന് കാണുന്ന നേരെ മാത്രം ഏതിൽ കൊടുത്താലും നമുക്ക് കറക്റ്റ് വർക്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് 1K റെസിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 3 വോൾട്ട് LED ആയതുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 1K റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പിന്നെ 9 വോൾട്ടിൻ്റെ ആണെങ്കിൽ നമുക്കൊരു ജമ്പർ കണക്ഷൻ മാത്രം മതി. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന 12 വോൾട്ട് ബസർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെയിൽ കണ്ടർ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പ്ലസും മൈനസും അതേപോലെ തന്നെ അതിൻ്റെ പ്ലസ്സിലേക്കും അതേപോലെ തന്നെ ആ പറഞ്ഞ പോലെ തന്നെ നേരെ മുന്നോട്ടാണ് ഉണ്ടാവുക. കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മുന്നോട്ടൊക്കെ ഒരേ കണക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ കാണുന്ന ഏതെങ്കിലും പ്ലസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതേപോലെ വർക്ക് ചെയ്യിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ബസർ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കാണാം. അപ്പോൾ ബസറിൻ്റെ മുന്നോട്ടും ബാക്കുള്ള എല്ലാ കാലിലും നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആ ബസർ അടിയിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം. അതേപോലെ തന്നെ നമ്മളെ പ്ലസ് സപ്ലൈ നമ്മൾ എല്ലാ കാലിലും കൊടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം എല്ലാത്തിനും നമ്മൾ ബസർ അടിയിൽ നിന്ന് കേൾക്കാം.
അപ്പോൾ നമ്മൾ ഇത് കൊടുത്തൊരു ബസറും LED ഒക്കെ നമ്മൾ വർക്ക് ചെയ്ത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഐസിൻ്റെ ഫസ്റ്റ് കാല് സപ്ലൈ ഏതാണ്, ഇപ്പം പ്ലസ് സപ്ലൈ ആണ്, സപ്ലൈ നെഗറ്റീവ് സപ്ലൈ, അതുപോലെ തന്നെ കപ്പാസിറ്റർ കൊടുക്കാണ്ട്, അതുപോലെ റെസിസ്റ്റൻസ്, നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഔട്ട്പുട്ടുകളൊക്കെ എടുക്കാൻ നമ്മൾ ഇതുപോലെ മെയിൽ കണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് സപ്ലൈ കൊടുക്കാൻ, അതേപോലെ ഇങ്ങോട്ട് പുറത്തെടുത്ത് വേറെ കമ്പോണൻസ് പുറത്ത് കൊടുത്ത്, അതേപോലെ തന്നെ നമ്മളിപ്പോൾ റെസിസ്റ്റൻസും അതേപോലെ തന്നെ ബസറൊക്കെ വർക്ക് ചെയ്ത് മാറ്റി നമുക്ക് ഓരോ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സോൾഡർ ചെയ്യാതെ നമുക്ക് ഇങ്ങനെ എടുക്കാനുള്ള ഉപകാരമായ ഒരു ബോർഡാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് കാണാം. ഓക്കെ, ബൈ.